രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഭാഗവത ഭാഗവത യാത്രയിലേക്ക്, നമ്മൾ ഇതിനൊരു തീർത്ഥയാത്രയായിട്ടാണ് കാണുന്നത്, സുസ്വാഗതം. ഇന്ന് എന്താണെന്ന് അറിയില്ല, 4 പേര് 9 പേരെ. നമ്മൾ ഇന്ന് എടുക്കുന്നത് പാർട്ട് 4 ആണ്. ഇതിന്റെ 4ാമത്തെ ഭാഗമാണ് എടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്, കണ്ടത്, സൂതഗോസ്വാമിക്ക് വ്യാസാസനം കൊടുത്തിട്ട് ശൗനകാദികള് അദ്ദേഹത്തിനെ വളരെയധികം ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നുണ്ട്. ഗ്ലോറിഫിക്കേഷൻ ചെയ്തിട്ട് അദ്ദേഹത്തിന് 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ആദ്യത്തെ ചോദ്യം, മാനവരാശിക്ക് മുഴുവനായിട്ട് ഇൻ ജനറൽ ഹിതകരമായിട്ടുള്ള കാര്യം എന്താണ്? രണ്ടാമത്തെ ചോദ്യം, എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും സാരം എന്താണ്? മൂന്നാമത്തെ ചോദ്യം, ഭഗവാൻ കൃഷ്ണൻ ദേവകിയുടെ മകനായിട്ട് ഈ ഭൗതിക ലോകത്തിൽ എന്തിനാണ് വന്നത്? 4ഉം 5ഉം ചോദ്യങ്ങൾ പുരുഷാവതാരത്തെ ലീലാവതാരത്തെയും കുറിച്ചാണ്. 6ാമത്തെ ചോദ്യം, ഭഗവാൻ തന്റെ ലീല തീർത്ത് ഈ ഭൗതിക ലോകത്തും തിരിച്ചു പോയപ്പോൾ ധർമ്മം ആരെ ശരണം പ്രാപിച്ചു? ഇനി സൂതഗോസ്വാമി, അതുകൊണ്ട് ഇങ്ങനെ ആദ്യത്തെ അധ്യായം കഴിഞ്ഞു. ഈ 2-3 അധ്യായങ്ങളിൽ സൂതഗോസ്വാമി ഈ ചോദ്യങ്ങൾക്ക് ഒക്കെ ഇനി മറുപടി പറയാൻ പോവുകയാണ്. അപ്പൊ ഇപ്രാവശ്യം ശൗനകാദികൾ സൂതഗോസ്വാമിയുടെ 6 ചോദ്യങ്ങൾ ചോദിച്ചു. അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് സൂതഗോസ്വാമി അദ്ദേഹത്തിന്റെ ഗുരു, അതായത് ആരിൽ നിന്നാണോ ഭാഗവതം കേട്ടത്, ശുകഗോസ്വാമിയെ വാഴ്ത്തിക്കൊണ്ടൊരു ശ്ലോകം പറയുന്നുണ്ട്. അത് 2ാമത്തെ അധ്യായത്തിലെ 3ാമത്തെ ശ്ലോകമാണ്. അതായത് ശുകഗോസ്വാമിക്ക് ആരിൽ നിന്നാണോ ശ്രീമദ് ഭാഗവതം കേൾക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടായത്, ശുകഗോസ്വാമിയിൽ നിന്നും, അദ്ദേഹത്തിന് പ്രണാമം അർപ്പിക്കുകയാണ്. 1ാമത്തെ സ്കന്ധത്തില് 2ാമത്തെ അധ്യായത്തിലാണ് ഇപ്പോൾ. അതിൽ 3ാമത്തെ ശ്ലോകം ഭാഗവതമുള്ളവരെടുത്ത് വെക്കാം. യസ്വാനുഭവം അഖില ശ്രുതിസാരമേകം അധ്യാത്മദീപം അതീത തീർഷതാം തമഃ അന്തം സംസാരിണാം കരുണയാഹ പുരാണ ഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരു മുനീനാം. ട്രാൻസ്ലേഷൻ, എല്ലാ ഋഷിമാരുടെയും ആത്മീയ ഗുരുവും. ഇത് വളരെ ഒരു അണ്ടർലൈൻ ചെയ്യണം, നമുക്ക് പിന്നെ സംസാരിക്കാം. എല്ലാ ഋഷിമാരുടെയും ആത്മീയ ഗുരു വ്യാസദേവന്റെ പുത്രനുമായ ശുഗന് എന്റെ ആദരപൂർവ്വമായ പ്രണാമങ്ങൾ അർപ്പിക്കട്ടെ. ഭൗതിക അസ്തിത്വത്തിന് ഇരുണ്ട മേഖലകളെ മറികടക്കാൻ പാടുപെടുന്ന സ്ഥൂല ഭൗതികവാദികളുടെ തന്റെ മഹാകരുണയാൽ അനുഭവത്തിലൂടെ വ്യക്തിപരമായി സ്വാംശീകരിച്ച ശേഷം വേദജ്ഞാനത്തിന്റെ ഏറ്റവും രഹസ്യമായ അനുബന്ധം അദ്ദേഹം പറഞ്ഞു. ഇപ്പൊ ശ്ലോകം തുടങ്ങുന്ന എങ്ങനെ? യസ് അനുഭാവം അഖില ശ്രുതി സാരമേക. യഹ സ്വാനുഭവം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണോ സ്വാനുഭവം, സ്വന്തം അനുഭവത്തിലൂടെ, ശ്രുതിസാരം ശ്രുതിസാരം ഏകം, അതായത് ശ്രുതി എന്ന് പറഞ്ഞാൽ വേദങ്ങൾ, ശ്രുതി സ്മൃതിയുണ്ട്, നമുക്കറിയാം. വേദങ്ങളുടെ എല്ലാം സാരമെന്നർത്ഥം. അതായത് സൂതഗോസ്വാമി എല്ലാ ഗ്രന്ഥങ്ങളുടെ, ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെ, വേദങ്ങൾ, ഉപനിഷത്ത്, ബാക്കിയുള്ള പുരാണങ്ങളുടെ എല്ലാം സാരം എടുത്തിട്ടാണ് നമുക്ക് ശ്രീമദ് ഭാഗവതം തന്നിരിക്കുന്നത്. അത് എന്തിനാണ് തന്നിരിക്കുന്നത്? മുഴുവൻ മാനവരാശിയോടുമുള്ള അദ്ദേഹത്തിന്റെ ആഴത്തിലുള്ള കൃപ കൊണ്ട്. അഖില ശ്രുതി സാരമേക, എല്ലാ ഗ്രന്ഥങ്ങളുടെ സാരം, അതാണ് ഭാഗവതം. ഈ ഭാഗവതം നമ്മൾ കേൾക്കുമ്പോൾ ആ കേൾക്കുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിക്കുന്നത്? ആധ്യാത്മിക ദീപം, അത് വായിക്കുന്ന കേൾക്കുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആധ്യാത്മികത്തിന്റെ വെളിച്ചം ലഭിക്കുന്നു, ആധ്യാത്മിക ദീപം തെളിയുന്നു. നമുക്കറിയാം, ദീപത്തിന്റെ ഏറ്റവും വലിയൊരു ഗുണമെന്ന് പറഞ്ഞാൽ അത് അന്ധകാരത്തെ മാറ്റുന്നതാണ് ദീപം. ഇവിടെ 2 അർത്ഥമുണ്ട്. ആദ്യത്തെ അർത്ഥം അന്ധകാരത്തെ മാറ്റുന്നു. 2ാമത്തെ അന്ധകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവില്ലായ്മയും, വെളിച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവുമാണ്. ഈ വരി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം. എന്താ അതിന്റെ അർത്ഥം? വെളിച്ചം എങ്ങനെ ദുഃഖമാകുന്നത്? തമസെന്ന് പറഞ്ഞാൽ ഇരുട്ടെങ്ങനെയാണ് സുഖമാകുന്നത്? വെളിച്ചം ദുഃഖമാണ് ഉണ്ണി, സുഖമല്ലോ തമസല്ലോ സുഖപ്രദം. അതെങ്ങനെയാ? അവിടെ വെളിച്ചം എന്ന് പറഞ്ഞാൽ അറിവാണ്, തമസ് ഇരുട്ടെന്ന് പറയുന്നത് അറിവില്ലായ്മ, അജ്ഞാനം. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അറിവ് കിട്ടി കഴിയുമ്പോഴാണ് ആ വ്യക്തിക്ക് ഓരോന്ന് തിരിച്ചറിയുമ്പോൾ ദുഃഖം ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആധ്യാത്മികമായ അറിവ് കിട്ടിക്കഴിയുമ്പോൾ ആ വ്യക്തിക്കറിയാം ഞാൻ ഈ ഭൗതിക ലോകത്തിൽ എന്ത് ദുഃഖം അനുഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാവും, തിരിച്ചറിയും. അതേസമയം ആധ്യാത്മിക അറിവില്ലാത്ത വ്യക്തിക്ക് ഒരു ദുഃഖമില്ല, അവരനുഭവിക്കുന്നത് അനുഭവിച്ച് അവർക്കത് ഹാബിറ്റായി. അതായത്
ഭൗതിക ലോകത്തിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്ന ആരാണ്? ഭൗതിക സുഖം അനുഭവിക്കുന്നത് ഒന്നിൽ ഏറ്റവും സമ്പന്നനായ വ്യക്തി, അല്ലെങ്കിൽ ഏറ്റവും ദരിദ്രനായ വ്യക്തി. ഒരു ടെൻഷനും ഇല്ല, എവിടെ കിടന്നാലും കിടന്നുറങ്ങും. ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ആധ്യാത്മിക ദീപം നമ്മുടെ ഉള്ളിൽ തെളിയിക്കുന്നു. മാത്രമല്ല അതിഥി തീർഷതാം തമോന്തം. അതിഥി തീർഷം എന്ന് പറഞ്ഞാൽ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് എന്ത് തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? കൊടും അന്ധകാരം നിറഞ്ഞ തമോ അന്തം, അതായത് കൊടും അന്ധകാരം നിറഞ്ഞ ഈ ഭൗതിക അസ്തിത്വത്തെ അങ്ങനെയുള്ളവർ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, അതായത് അന്ധകാരം നിറഞ്ഞ ഈ ഭൗതിക ലോകത്തെ തരണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ശ്രീമദ് ഭാഗവത്തെ ശരണം പ്രാപിക്കുന്നു. ഈ ഭൗതിക ലോകത്തെ അന്ധകൂപം, അതെന്തോ തന്നെ കുളവെന്നോ കിണവെന്നൊക്കെ പറയാം. അന്ധകൂപത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, അതിനകത്ത് വെളിച്ചം കാണില്ല. രണ്ട്, അതിനകത്ത് വീണ് കഴിഞ്ഞാൽ നമ്മൾ കിടന്ന് വിളിച്ചാലും ആരും കേൾക്കില്ല. കാര്യം അന്ധകൂപത്തിന്റെ അടുത്തോട്ട് ആരും പോകാറില്ല, പൊട്ടക്കിണറിന്റെ അടുത്തോട്ട് ആരും പോകാറില്ല. പോയി ഭൗതിക ലോകമാകുന്ന അന്ധകൂപത്തിൽ വീഴുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധ്യാത്മികമായ അറിവില്ലാതെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർ, അവരാണ് ഈ ഭൗതിക ലോകത്തിലെ അന്ധകൂപത്തിൽ വീഴുന്നത്. ഗ്രഹമേധി, ഗ്രഹസ്ഥ, ഇതിന്റെ രണ്ടിന്റെ അർത്ഥം അറിയാവില്ല എല്ലാവർക്കും. അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഗ്രഹമേധി, ഗ്രഹസ്ഥ എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാത്തവരാരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം ഗ്രഹമേധിയായിട്ടുള്ള ആൾക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അവര് അന്ധകൂപത്തിൽ വീണ് കിടക്കുകയാണ് ഭൗതിക ലോകത്തിൽ. അതായത് ഈ കൊടും അന്ധകാരം നിറഞ്ഞ ഈ ഭൗതിക ലോകത്തു നിന്ന് മോചനം നേടാൻ വേണ്ടി ഭാഗവത പുരാണത്തെ അഭയം പ്രാപിക്കുന്ന മാനവർക്ക് വേണ്ടി സകല ശാസ്ത്രങ്ങളുടെയും സകല ഗ്രന്ഥങ്ങളുടെയും സാരമായ ശ്രീമദ് ഭാഗവതം രചിച്ച ശ്രീ വ്യാസഭഗവാന് സൂതഗോസ്വാമി പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം രചിച്ചത്? സംസാരിണാം കരുണയാ. സംസാരിണം എന്ന് പറഞ്ഞാൽ സംസാരികളായ വ്യക്തികൾ, നമ്മളെപ്പോലുള്ളവർ. കാര്യം ഈ ഭൗതിക ലോകത്തില് ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തികൾ, സംസാരികൾ, അവരോടുള്ള കരുണയാ. കരുണ എന്ന് പറഞ്ഞാൽ അനുകമ്പയാ. പറഞ്ഞതിന്റെ അർത്ഥം ഈ ഭൗതിക ലോകത്തിൽ ഈ അന്ധകാരത്തിൽ ജീവിച്ചുകൊണ്ട് ഈ അന്ധകാരത്തിൽ നിന്ന് മോചനം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ അഭയം പ്രാപിച്ച വ്യക്തികൾക്ക് വേണ്ടി സകല ഗ്രന്ഥങ്ങളുടെയും സാരമായ ശ്രീമദ് ഭാഗവതം വ്യാസഭഗവാൻ രചിച്ചു. അതും പുരാണഗുഹ്യം, അതീവ രഹസ്യമായി ഈ പുരാണത്തെയാണ് അദ്ദേഹം രചിച്ചത്. അത് എന്തുകൊണ്ടാണ് അത് രഹസ്യം എന്നുള്ളത് നമുക്ക് ക്രമേണ മനസ്സിലാകും. തം വ്യാസസൂനും ഉപയാമി ഗുരു മുനീനാം. തം എന്ന് പറഞ്ഞാൽ അങ്ങേക്ക്. ആർക്ക്? വ്യാസസൂനും, വ്യാസവത്സൻ, അതായത് വ്യാസന്റെ പുത്രൻ ശുകഗോസ്വാമിക്ക്. അപ്പൊ ഇവിടെ വ്യാസഭഗവാനും ഇത് രചിച്ച ഭാഗവതം രചിച്ച വ്യാസഭഗവാനും അത് ആരിൽ നിന്നാണോ സൂതഗോസ്വാമിക്ക് കിട്ടിയത് ആ ശുകഗോസ്വാമിക്കും ഉപയാമി, ഞാൻ സാദരം പ്രണമിക്കുന്നു. അപ്പൊ ആ ശ്ലോകം എന്താണ്? യസ്വാനുഭവം അഖിലസ്തുതി സാരമേകം അധ്യാത്മദീപം അതീത തീർഷിതാം തമാന്തം സംസാരിണാം കരുണയാഹ പുരാണഗുഹ്യം തം വ്യാസസൂനും ഉപയാമി ഗുരു മുനീനാം. അപ്പൊ ഇവിടെ ആരാണ് അദ്ദേഹം? ഗുരു മുനീനാം. അതാണ് ഞാൻ പറഞ്ഞ ആദ്യം വായിച്ച പറഞ്ഞില്ല, ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ഗുരു മുനീനായ അതായത് എല്ലാ മുനി ശ്രേഷ്ഠന്മാരുടെ ഗുരു. 16 വയസ്സേ ഉള്ളൂ. അങ്ങനെ മുനിശ്രേഷ്ഠന്മാരുടെയൊക്കെ ഗുരുവാകുന്നത്. പരീക്ഷിത്ത് മഹാരാജാവിന് ശുകഗോസ്വാമി ഭാഗവതം പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടെ ആ ഭാഗവതം രചിച്ച സ്വന്തം അച്ഛനും ഗുരുവുമായ വ്യാസഭഗവാൻ അവിടെ ഉണ്ടായിരുന്നു. 16 വയസ്സുള്ള മകൻ ആരിൽ നിന്നാണോ അല്ലെ ആർക്കാണോ വ്യാസഭഗവാൻ ഭാഗവതം പറഞ്ഞു കൊടുത്തത് ആ വ്യക്തി ഭാഗവതം പറയുമ്പോൾ അവിടെ നിന്ന് കേൾക്കുന്നു. മാത്രമല്ല വ്യാസഭഗവാന്റെ ഗുരു നാരദ മുനി അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ അവർ രണ്ടുപേരും അത് കേൾക്കുന്നതോ ആദ്യമായിട്ട് ഇതുവരെ കേൾക്കാത്തത് പോലെ വളരെയധികം ശ്രദ്ധയോടും ഭക്തിയോടും അവരിരുന്ന് ഭാഗവതം കേൾക്കുകയായിരുന്നു. ഇത് നമുക്കെന്താണ് പഠിക്കാനുള്ളത്? പലപ്പോഴും നമ്മൾ ഭാഗവത കഥ കേൾക്കാൻ സെലക്റ്റീവ് ആവും. ഇന്ന ആളിന്റെ ആണെങ്കിൽ കേൾക്കും, ഇന്ന ആളിന്റെ ആണെങ്കിൽ ബോറായി, അല്ലെങ്കിൽ ഇന്ന കഥയാണെങ്കിൽ ദാമോദരാഷ്ടം എല്ലാ വർഷവും കേൾക്കുന്നതാണ്, ഇനി എന്താ കേൾക്കാനാണ്? ഇത് നമ്മൾക്ക് ശുകഗോസ്വാമിയിൽ നിന്നും നാരദമുനിയിൽ നിന്നും പഠിക്കാനുള്ളതാണ്. നോക്ക്, നാരദമുനിയിൽ നിന്നും വ്യാസഭഗവാനിൽ നിന്നും പഠിക്കാനുള്ളതാണ്. നാരദമുനിക്കും വ്യാസഭഗവാനും ഭാഗവതം ഇരുന്ന് കേൾക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഭാഗവതം രചിച്ചത് വ്യാസഭഗവാനാണ്. ആ വ്യാസഭഗവാന് ഭാഗവതം ഉപദേശിച്ചു കൊടുത്തത് നാരദമുനിയാണ്. അവർ പോലും ക്ഷമയോടിരുന്നിട്ട് ഭാഗവതം കേൾക്കുന്നു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകും
ഈ ശുഗഗോസ്വാമി എത്രമാത്രം മഹാനായിരുന്ന വ്യക്തിയായിരുന്നു. അതുപോലെ കൃഷ്ണനിൽ നിന്നും ഭിന്നമല്ലാത്ത ശ്രീമദ് ഭാഗവത്തിന്റെ ആശീർവാദം തീർച്ചയായും അദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. നോ ഡൗട്ട് അറ്റ് ഓൾ. ഭാഗവതും ഭഗവാനും ഭിന്നമല്ല, ഒന്നാണ്. കൃഷ്ണ സ്വതമ ഉപഗതെ ധർമ്മ ജ്ഞാനാഭിസഖ കലൗ നഷ്ടദൃശാമേഷ പുരാണം അർക്ക അധുനോദിത. 28ാമത്തെ ശ്ലോകം കണ്ടെന്നു നമ്മൾ എടുക്കുന്നതാണ്. അത് ഭഗവാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം, സ്വധാമ ഉപഗതയിൽ പോയി കഴിഞ്ഞപ്പം ധർമ്മജ്ഞാനാഭിസഖ, ധർമ്മവും ജ്ഞാനവും കൂടെ പോയി. കലോ നഷ്ട ദൃശാമേഷ, കലകാലത്ത് അതായത് ദൃഷ്ടി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ദിശ നഷ്ടപ്പെട്ട ആൾക്കാർക്ക് അവരെ ഉദ്ധരിക്കാൻ വേണ്ടി പുരാണോ അർക്ക അധുനോദിത, അതായത് ഈ പുരാണം സൂര്യപ്രഭയോടുകൂടി അവതരിച്ചതാണ്. ഇവിടെ അവതരിച്ചതാരാണ്? ഭഗവാൻ ഗ്രന്ഥരൂപത്തിൽ വന്നതാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും അതിൻ്റെ ആ അനുഗ്രഹം ശുഗോസ്വാമിക്ക് ലഭിച്ചിരുന്നു, ഗുരുകൃപയാൽ. അതേ ഭാവത്തോടുകൂടി, ഭക്തിയോടെ, പ്രേമത്തോടു കൂടി നമ്മൾ ഭാഗവതം പറയുകയും കേൾക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ഭാഗവതം നമ്മൾക്കും, ആ ഭാഗവതത്തിന്റെ അനുഗ്രഹം നമ്മൾക്കും കിട്ടും, ആശീർവാദം കിട്ടും. അപ്പൊ ശ്രീ ശുഗോസ്വാമിക്ക് പ്രണാമം അർപ്പിച്ചതിന് ശേഷം ശ്രീമദ് ഭാഗവത കഥ ആരംഭിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പരംപുരുഷോത്തമൻ ഭഗവാൻ നാരായണനെയും നരനാരായണ ഋഷിയെയും വിദ്യാദേവിയായ സരസ്വതി മാതാവിനെയും ഭാഗവത ഋഷി സ്ത്രീയിലെ വ്യാസഭഗവാനെ അദ്ദേഹം സാധനം വണങ്ങുന്നുണ്ട്. 1-ാമത്തെ സ്കന്ധത്തില് 2-ാമത്തെ അധ്യായത്തില് ഏത് ശ്ലോകത്തിൽ നമ്പർ എന്ന് കേട്ടിട്ടുള്ളത്? ഒരു മിനിറ്റ്. ശ്ലോകം അറിയാം, ശ്ലോകത്തിന്റെ പിന്നെ ഇത് പറ്റിപ്പോയി. ഒരു മിനിറ്റ്. നാരായണ നമസ്കൃത്യം, 4-ാമത്തെ ശ്ലോകം. അപ്പൊ അതിനകത്ത് നാരായണ നമസ്കൃത്യം നരം ചെയ്വ നരോത്തമ ദേവി സരസ്വതി വ്യാസം തതോ ജയം ഉദീരേത്. അപ്പൊ അദ്ദേഹം ഭാഗവത കഥ ആരംഭിക്കുന്ന മുമ്പ് പരംപുരുഷോത്തമൻ ഭഗവാൻ നാരായണനെയും നരനാരായണനെയും വിദ്യാദേവിയായ സരസ്വതിയെയും ഭാഗവതം ജയിച്ച് ശ്രീല വ്യാസഭഗവാനെയും സാധനം പ്രണാമിക്കുന്നു. അപ്പൊ നമ്മളും ഭാഗവതം വായിക്കാൻ എടുക്കുമ്പോൾ ഈ ശ്ലോകം നാരായണ നമസ്കൃത്യം നരം ചെയ്വ നരോത്തമം ദേവി സരസ്വതി വ്യാസം തതോ ജയം ഉദീരേത്, ഇത് കേൾക്കുകയും ഇത് ഭാഗവതം കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും തീർച്ചയായിട്ടും ഈ ശ്ലോകം നമ്മൾ ഉച്ചരിച്ചിരിക്കണം. അപ്പൊ ആദ്യമായിട്ട് അദ്ദേഹം ആദ്യത്തെ 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നു. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? മാനവരാശിക്ക് ഇൻ ജനറൽ, അതായത് പൊതുവായിട്ട്, അതിനകത്ത് ജാതിയോ മതമോ കാസ്റ്റോ ക്രീഡോ ഒന്നുമില്ല, മാനവരാശിക്ക് ഇൻ ജനറൽ മുഴുവനായിട്ട് ഏറ്റവും ഹിതകരമായിട്ടുള്ള കാര്യം എന്താണ്? 2-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി എസൻസ് ഓഫ് ആൾ സ്ക്രിപ്ചേഴ്സ്, എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരം എന്താണെന്ന്. സത്യത്തില് ഈ 2 ചോദ്യങ്ങൾക്ക് മറുപടി ഒന്ന് തന്നെയാണ്. ചോദ്യങ്ങൾ 2 ആണെങ്കിലും മറുപടി ഒന്ന് തന്നെയാണ്. എന്താണ് ഇതിന്റെ മറുപടി? ഭക്തിയോഗം. ഈ മുഴുവൻ മാനവരാശിക്കും ഏറ്റവും ഹിതകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തിയോഗമാണ്. അത് ഓടി ആരുടെയൊക്കെ ബന്ധ ചെയ്തേക്കാണ്. എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരം എന്ന് പറയുന്നത് ഭക്തിയോഗമാണ്. ആരാ നടച്ചേക്കണേ. അപ്പൊ ഇതിന് മറുപടി പറയുന്നതിനോടൊപ്പം എന്താണ് ഭക്തി എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അത് 6-ാമത്തെ ശ്ലോകമായി. സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തിർ അധോക്ഷജൈ അപ്രതിഹത ഈയാത്മാ സുപ്രസീദതി. നാരായണക്കുറി പ്രഭു, നരോത്തം പ്രഭു രണ്ടുപേരും ഓടിയൊന്ന് ബന്ധ ചെയ്ത്. നാരായണക്കുറി പ്രഭുവും ചോദ്യം ചെയ്തത്. സവൈ പുംസാം, അതുകൊണ്ട് ആയതിനാൽ അതിനു മുമ്പിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ്. പുംസയുടെ മനുഷ്യരുടെ പരോധർമ്മോ, ഏറ്റവും വലിയ ധർമ്മം. കാര്യം ഒരുപാട് ധർമ്മങ്ങൾ നമുക്ക് ചെയ്യേണ്ട, ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞാൽ യഥോ ഭക്തിർ അധോക്ഷജൈ. അധോക്ഷ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഈ 2 വരി നമുക്ക് എന്താ പഠിക്കാനുള്ളത്?
പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ ദൈനംദിന കാര്യങ്ങൾക്കാണ്, ആധ്യാത്മിക കാര്യങ്ങൾക്കല്ല. സമയമുണ്ടെങ്കിൽ അമ്പലത്തിൽ പോകാം, സമയമുണ്ടെങ്കിൽ ഭാഗവതം വായിക്കാം, സമയമുണ്ടെങ്കിൽ എക്സ്ട്രാ 4 റൗണ്ട് ജപിക്കാം, സമയമുണ്ടെങ്കിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ബാക്കിയുള്ള ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ പറയാറില്ല സമയമുണ്ടെങ്കിൽ ഞാൻ ആഹാരം കഴിക്കാം, സമയമുണ്ടെങ്കിൽ ഞാൻ ഉറങ്ങാം, സമയമുണ്ടെങ്കിൽ ഞാൻ കുട്ടികളുടെ സ്കൂളിൽ പോകാം, സമയമുണ്ടെങ്കിൽ അടുത്ത വീട്ടിലെ കൊച്ചിന്റെ ബർത്ത്ഡേക്ക് പോകാം, സമയമുണ്ടെങ്കിൽ ഇന്നാളിന്റെ കല്യാണത്തിന് പോകാം. നമ്മൾ ഒരിക്കലും പറയില്ല. അതെല്ലാം നമുക്ക് ഏറ്റവും വലിയ പ്രിയോറിറ്റി ഓഫ് ലൈഫായിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ശ്രീമദ് ഭാഗവതം പറയുന്നത് സവൈ പുംസാം പരോധർമ്മോ യഥോ ഭക്തി അതോക്ഷത. ഇതാണ് മുഴുവൻ മാനവരാശിയുടെ ഏറ്റവും വലിയ നീഡ്, ഏറ്റവും ഹിതകരമായിട്ടുള്ളത്. യഥോ ഭക്തി അതോക്ഷത. ഇത് തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളുടെയും സാരം. ഇതാണ്. പിന്നെ ട്രാൻസ്ലേഷൻസിൽ പ്രഭാത് കൊടുത്തിരിക്കുന്നത് എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ള പരമോന്നത തൊഴിൽ അല്ലെങ്കിൽ ധർമ്മം, അതിലൂടെ മനുഷ്യർക്ക് അതീന്ദ്രിയനായ ഭഗവാനെ സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം സേവിക്കാൻ കഴിയുമെന്നതാണ്. ആത്മസംതൃപ്തി പൂർണ്ണമായും ലഭിക്കുന്നതിന് അത്തരം ഭക്തി സേവനം പ്രചോദിതവും തടസ്സമില്ലാത്തതുമായിരിക്കണം. അതാണ് പറയുന്നത് യഥോ ഭക്തി അതോക്ഷത, ലവിങ് ഡിവോഷണൽ സർവീസ് ടു ദി ഗോഡ്. അതായത് സ്നേഹപ്രേമപൂർവ്വം ഭഗവാനെ സേവിക്കുന്നതാണ് ഏറ്റവും വലിയ മാനവധർമ്മം. അതെങ്ങനെ വേണം? അഹൈതുകി, വിത്തൗട്ട് എനി മോട്ടിവേഷൻസ്. ഒരു സെൽഫ് ഇൻട്രസ്റ്റും കാണാൻ പാടില്ല. മാത്രമല്ല അപ്രതിഹത, ഒരു പ്രതിബന്ധങ്ങളുമില്ലാതെ. അതായത് മഴയായാലും വെയിലായാലും തണുപ്പായാലും എന്തായാലും എൻ്റെ ഭക്തിപരമായ കാര്യങ്ങൾ ഞാൻ മാറ്റിവെക്കില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം അമ്പലത്തിൽ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം, ദിവസം പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം, മാസത്തിൽ ഒരു ദിവസം പോകണമെന്ന് തീരുമാനിച്ചിട്ട് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അനുസരിച്ച് ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങൾ ഇത് വ്യത്യസ്തമായിരിക്കും. എന്നും ഭാഗവതം വായിക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ അത് ഞാൻ എന്ത് ചെയ്യാൻ തുടങ്ങിയോ അതിനി എന്ത് വന്നാലും ഞാൻ മാറ്റിവെക്കത്തില്ല. അപ്രതിഹത. ഒരു പ്രതിബന്ധങ്ങളും അതിന് വേണ്ടി മഴയായാലും കാറ്റായാലും വെയിലായാലും സമരമായാലും ഞാൻ പോയിരിക്കല്ലേ, ഞാൻ ചെയ്തിരിക്കും. അപ്പൊ നമ്മൾ ഭഗവാന്റെ ഭക്തി, പ്രേമയുത ഭക്തി സേവനം നമ്മൾ ചെയ്യുമ്പോൾ ഇതിന് 2 കാരണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്രതിഹത, അഹൈതുകി. അഹൈതുക ഹേതുവില്ലാത്തത്. ഏതെങ്കിലും ഒരു വാക്കിന്റെ കൂടെ ആ ചേർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരും. ജ്ഞാനം, അജ്ഞാനം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, അതുപോലെ തന്നെ ഹേതു, അഹേതു. അതിന് കാരണമില്ല. എനിക്ക് എല്ലാവരും അറിയണം ഞാൻ അമ്പലത്തിൽ പോകുന്നുണ്ട്, ഞാൻ ഇത്രയും മാല ജപിക്കുന്നുണ്ട്, അല്ല ഞാൻ ഭാഗവതം നല്ലോണം പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇത് കേൾക്കുന്നുണ്ട്, ഞാൻ വലിയ ഭക്തയാണ്, എൻ്റെ കുറി ആൾക്കാർ നോക്കുന്നുണ്ട്, എൻ്റെ കണ്ടിമാല ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കാരണമില്ല. ഉള്ളിൽ എന്താണ്? ഇതെന്റെ ധർമ്മമാണ്. ഓരോ വസ്തുവിനും ഓരോ വ്യക്തിക്കും ഒരു ധർമ്മമുണ്ട്. മാനവരാശിയുടെ ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? യഥോ ഭക്തി അതോക്ഷതി. അതെങ്ങനെ ആയിരിക്കണം? അഹൈതുകായിരിക്കണം. അപ്രഹിത എന്ന് പറഞ്ഞാൽ ഒരു പ്രതിബന്ധവും അതിനകത്ത് വരാൻ പറ്റില്ല. അപ്പം ഏതൊരു വ്യക്തി ഇപ്രകാരം ഭക്തി ചെയ്യുന്നു ആ വ്യക്തിക്ക് എന്ത് സംഭവിക്കുന്നു? ആത്മാ സുപ്രസീദതി. അതായത് ഹൃദയത്തിൽ പൂർണ്ണ സംതൃപ്തി ലഭിക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ വേറെ ഒരു പ്രവൃത്തിക്കും പരിപൂർണമായ സംതൃപ്തി ലഭിക്കില്ല. അതായത് ഭക്തിയിലെ അഡ്വാൻസ്മെന്റും സാറ്റിസ്ഫാക്ഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യൂരിറ്റി ഓഫ് അവർ ഇന്റന്റ്, നമ്മളുടെ ഇന്റൻഷന്റെ ശുദ്ധി. അതായത് യാതൊരുവിധ ഭൗതികമായ അജണ്ടയും ഇല്ലാതെ ഭക്തി ചെയ്യണം. ഞാൻ ഭക്തി ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാപങ്ങളെല്ലാം നശിക്കും, എൻ്റെ മക്കളുടെ കല്യാണമെല്ലാം നടക്കും, എല്ലാം ഭഗവാൻ നോക്കിക്കോളും. ഇങ്ങനെയുള്ള ഭൗതികമായി യാതൊരു കാരണവുമില്ലാതെ ഭഗവാനെ ഭക്തിയുത സേവനം ചെയ്യുന്നതാണ് ഭക്തിയിൽ അഡ്വാൻസ്മെന്റ് ആകുന്നത്. അതേപോലെ തന്നെ സെൽഫിഷ് മോട്ടിവൻ, അതായത് പേഴ്സണൽ ഡിസയർ, നമ്മുടെ സ്വന്തം ആഗ്രഹങ്ങൾ. രണ്ടാമതോ കോൺസിസ്റ്റൻസി, കണ്ടിന്യൂ ആയിട്ട് അതായത് ഞാനിപ്പം 18 മാല ജപിക്കുന്നുണ്ട്, അത് ഒരു ദിവസം പോലും 17 ആകാൻ സമ്മതിക്കരുത്. 19 ആയിക്കോട്ടെ, കുഴപ്പമില്ല. 18 താഴെ പോകാൻ സമ്മതിക്കരുത്. അതാണ് അപ്രതിഹത, അതുപോലെ കണ്ടിന്യൂവിറ്റി എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഭക്തി ഇറഗുലർ മാനറാകരുത്. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തില്ല, പിന്നെ ഒന്ന് ചെയ്തു, ഇന്ന് ഭാഗവതം ക്ലാസ് അറ്റൻഡ് ചെയ്തു, ഇനി അടുത്ത ക്ലാസ് നോക്കാം. ജഗത്പാല ചൈതന്യപ്രഭു പറയുന്ന ഇതൊക്കെ തന്നെ ആയിരിക്കും തിരിച്ചു മറിച്ചൊക്കെ പറയുന്നത്. കുഴപ്പമില്ല, ഇന്ന് കേട്ടില്ല, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു മാസം അമ്പലത്തിൽ പോയില്ലെങ്കിൽ എന്ത് പറ്റും? ഇത് പറ്റും. അതൊരിക്കലും പാടില്ല. അത് നിരന്തരമായിട്ട്, അതായത് പിന്നെ ശ്ലോകം ഏതായിരുന്നു? കുന്തി മഹാറാണി പറയുന്ന ശ്ലോകം ഏതായിരുന്നു?
എനിക്ക് മറവി ഒത്തിരി ആയിപ്പോ. ദുഃഖം തരണേ എന്നുള്ളതാണോ പ്രഭു? എന്റെ ഭക്തി അങ്ങയുടെ പാതാരവിന്ദങ്ങൾ. എനിക്ക് ഓർമ്മ വന്നു. ആ ശ്ലോകം എനിക്ക് എന്തായാലും നോക്കിയിട്ടുണ്ട്. 9ാമത്തെ അധ്യായത്തിലാണ്. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ആ ശ്ലോകം നല്ലൊരു ശ്ലോകമാണ്. അതുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നത് 8ാമത്തെ അധ്യായത്തിലല്ലേ? ബുദ്ധിമാന്റെ പ്രാർത്ഥന 8ാമത്തെ അധ്യായത്തിലല്ലേ? നാൽപ്പതോ 41 ആയിരിക്കണം. നമസ്തേ പുരുഷം ത്വദ്യ അതാണോ പ്രഭു? നമസ്തേ പുരുഷൻ ഈശ്വര പ്രദേവരം അതല്ല. ഗംഗയുടെ പ്രവാഹം പോലെ എന്റെ ഭക്തി അങ്ങയുടെ ചരണാരവിന്ദങ്ങളിൽ. എനിക്ക് ആർക്കറിയില്ലേ? എനിക്ക് ആ ശ്ലോകം കാണാൻ അറിയാം. ശ്ലോകം കാണാൻ ഞാനതൊന്നും വായിക്കാറുള്ള ശ്ലോകം, പക്ഷെ അത് ഓർമ്മ വരുന്നില്ല. ഹരീഷ പ്രഭു ത്വയിമേ അനന്യ വിഷയ അതാണോ? അതില് മദർ മധുപതേ സകൃത് അതില് ഗംഗേ ഔഖ ഉദന്നതി എന്നുണ്ടല്ലോ. ആ ശ്ലോകം അത് തന്നെയാ. ത്വയിമേ അനന്യ വിഷയ മദർ മധുപതേ സകൃത്. അപ്പം താങ്ക് യു. കുന്തിമാരാണി പറയുന്നത് എപ്രകാരം ഗംഗ ഒഴുകി പിന്നെ കടലിൽ പതിക്കുന്നു, അതുപോലെ വേറെ ഒരു ഭൗതികമായ കാര്യത്തിലും പോലെ എന്റെ ചിത്തം, എന്റെ മനസ്സ് അങ്ങയുടെ പാതാരവിന്ദങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അത് ഭക്തിയുടെ പരം കാഷ്ഠയാണ്. അതാണ് ഭക്തി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾക്ക് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം നമ്മളുടെ ഞാന് നാളെ അമ്പലത്തിൽ എൻ്റെ ഭാഗവതം ക്ലാസ് ഉണ്ട് രാവിലെ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇന്ന് പ്രിപ്പറേഷൻ ചെയ്യുന്നു. 7ാമത്തെ സ്കന്ധത്തില് 6ാമത്തെ അധ്യായത്തില് 16, 17, 18 ശ്ലോകമാണ്. അതായത് പ്രഹ്ലാദ് മഹാരാജന്റെ കുട്ടികളെ, അസുര കുട്ടികളെ പഠിപ്പിക്കുന്നതാണ്. അതിനകത്ത് എനിക്കൊരു പോയിന്റ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമുക്കിന്ന് പരിപൂർണമായിട്ടും നമ്മുടെ മനസ്സിൽ ഭഗവാനെ പ്രതിഷ്ഠിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ അതിനകത്ത് എഴുതിയായിരുന്നു. ആ ഉദാഹരണം സമയമുണ്ടോന്ന് അറിയത്തില്ല, നോക്കട്ടെ. ആ ഉദാഹരണം നല്ലതാണ്. എന്താ അത് ഞാൻ പറയാം. അതായത് നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നു, നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ ചെല്ലുന്നു. ആ വീട്ടിൽ ഡ്രോയിങ് ഡ്രോയിങ് റൂമിൽ നമ്മളെ അയാൾ സ്വീകരിച്ചിരുത്തി. ആ റൂമിൽ ഒരു കസേരയും ഒരു സെറ്റി മാത്രമേ ഉള്ളൂ. ആ കസേരയിൽ അദ്ദേഹം ഇരിക്കുന്നു. സെറ്റി 3 പേർക്ക് ഇരിക്കാവുന്ന കസേരയിൽ നമ്മൾ ഇരുത്തി വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്നു അവിടെ ആ വീട്ടിൽ. അപ്പൊ ആ വ്യക്തിയും അദ്ദേഹം നമ്മളെക്കാൾ പ്രിയപ്പെട്ടതായിരിക്കാം. ആ സെറ്റിയെ തന്നെ വിളിച്ചിരുത്തി. അപ്പൊ 3 പേർക്ക് ഇരിക്കാവുന്ന സെറ്റി 2 പേരായി. കുറച്ച് കഴിഞ്ഞപ്പോൾ 3ാമതൊരാൾ വന്നു. ആ വ്യക്തിയും ആ സീറ്റ് ഇരുത്തി. ഈ വന്ന 2 പേരും നമ്മളെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ടാണല്ലോ വിളിച്ച് അവിടെ ഇരുത്തിയത്. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ല അത് അവിടെ ഇരിക്കാൻ. കാര്യം 3 പേരായപ്പോൾ ഞെരുങ്ങിയിരിക്കണം. അപ്പോഴാണ് 4ാമതൊരാൾ വരുന്നത്. വന്നപ്പോ ഈ വ്യക്തി നമ്മളെ നോക്കി, എന്ന് വെച്ചാൽ പോകാൻ സമയമായില്ലെന്നായിരിക്കണം. നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ എണിച്ചു പോകും. പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സാകുന്ന ആ സെറ്റിയില് ഭഗവാൻ ഇരിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഓരോ ഭൗതികമായ വസ്തുക്കളോടും വ്യക്തികളോടുള്ള ആഗ്രഹങ്ങൾ, അറ്റാച്ച്മെന്റ് കൊണ്ടുവച്ചോണ്ടിരിക്കുകയാണ്. അവസാനം ഭഗവാൻ ഇരിക്കാൻ സമയമില്ലാതായി, സ്ഥലമില്ലാതായി. കാരണം നമ്മൾ ഭഗവാനെ ശ്രദ്ധിക്കുന്നില്ല. ഭഗവാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എപ്രകാരം നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു, അതേപോലെ ഭഗവാൻ നമ്മുടെ ഹൃദയത്തിൽ ഇറങ്ങിപ്പോയി. ബാക്കി അവിടെ സ്ഥലം പിടിച്ചിരിക്കുന്നത് ഭൗതികമായ വസ്തുക്കളോടും വ്യക്തികളോടുള്ള നമ്മളുടെ ആസക്തിയാണ്. അതേപോലെയാണ് ഇവിടെ നമുക്കിന്ന്
കണ്ടിന്യൂ ആയിട്ട്, അതായത് ഇറഗുലർ മാനറിൽ ഭക്തി ചെയ്യുന്ന എന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത കാരണം അതാണ്. ഞാൻ എപ്പോഴും പറയാനുള്ള കാരണം, ഏത് സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള ചിന്ത വരുന്ന ആയിച്ചോണം നമ്മുടെ നമ്മളെ മായാദേവി ആലിങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഭക്തിപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ നമ്മുടെ മനസ്സിൽ എപ്പോ തോന്നുന്നു അപ്പൊ വിചാരിച്ചോണം മായ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഇങ്ങനെ ഭക്തി ചെയ്യുമ്പം ഈ അഹൈതുകതി, അപ്രതിഹത, നിരന്തരം ആൻഡ് ഡെറ്റാച്ച്മെന്റ്, ആസക്തി ഇല്ലാതെ, അത് ഭക്തിയുടെ ജ്ഞാനം കിട്ടിക്കഴിയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹൃദയത്തിൽ എന്തുവരും? വാസുദേവേ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനിതാശു വൈരാഗ്യം ജ്ഞാനം ച യദൈതുഹം. പരമദിവ്യോത്ത പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന് ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ അഹൈതുകമായ ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ഒരാൾ ആർജിക്കുന്നു. ഇവിടെ സൂതഗോസ്വാമി പറയുന്നത്, അല്ലെങ്കിൽ ശുഭഗോസ്വാമി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാനവരാശിയുടെ ഏറ്റവും വലിയ ധർമ്മം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവൈ പുംസാം പരോ ധർമ്മോ ഏതോ ഭക്തിർ അതോക്ഷന്റെ. അതെങ്ങനെയായിരിക്കണം? അഹൈതുകതി, അഹൈതുക, അപ്രതിഹത. അങ്ങനെ വിത്തൗട്ട് എനി സെൽഫ് മോട്ടിവേഷൻ, അതായത് വ്യക്തിപരമായ യാതൊരുവിധ ആഗ്രഹങ്ങളും എക്സ്പെക്ടേഷനും ഇല്ലാതെ നിരന്തരമായിട്ട് നമ്മൾ ഭക്തി ചെയ്യുമ്പോൾ എന്താണ് പ്രയോജനം? അതാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. വാസുദേവ ഭഗവതി ഭക്തിയോഗ പ്രയോജിത ജനയിത്താശു വൈരാഗ്യം ജ്ഞാനം ച യദഹൈതുഹം. പരമദിവ്യോത്ത പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭക്തിയുത സേവന സമർപ്പണത്തിലൂടെ അഹൈതുക ജ്ഞാനവും വൈരാഗ്യവും തൽക്ഷണം ഒരാൾ ആർജിക്കുന്നു. തൽക്ഷണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിനൊരു ജീവിതകാലം മൊത്തം കാത്തിരിക്കേണ്ട. നമ്മൾ എത്രമാത്രം ഭാഗവതം വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നു, എത്രമാത്രം നമ്മൾ ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നു, അതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ആധ്യാത്മികമായ അറിവ് കൂടിക്കൊണ്ടിരിക്കും, ഭൗതികമായുള്ള ആസക്തി കുറഞ്ഞുകൊണ്ടിരിക്കും. ഇത് എപ്രകാരം എന്ന് വെച്ചാൽ, ഞാനിപ്പോ നിങ്ങളോടൊരു ഉദാഹരണം പറഞ്ഞു. ആ കസേരയിൽ 3 പേര് ഇരിക്കേണ്ടടുത്ത് 4 പേര് വന്നു കഴിഞ്ഞപ്പോൾ 3 പേര് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് എണ്ണിച്ച് മാറേണ്ടി വന്നു. ഇപ്പൊ ഭഗവാൻ വെളിയിലും ഈ വന്ന അതിഥികൾ 3 പേര് ഭൗതികമായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അറ്റാച്ച്മെന്റ് അവിടെ ഇരിക്കുകയാണ്. ഇതിൽ നമ്മൾ എടുത്ത് എത്രമാത്രം മാറ്റുന്നു അത്രമാത്രം ആ സ്ഥലം കൃഷ്ണഭക്തി കൊണ്ട് നിറയും. എന്നുവെച്ചാൽ ഭൗതികമായ ആസക്തി നമുക്ക് ഇല്ലാതെ വരുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ കൃഷ്ണഭക്തി കൂടും. രണ്ടും കൂടി ഈക്വലായിട്ട് ഒരിക്കലും പോകത്തില്ല, മനസ്സിലാക്കിക്കോണം. അങ്ങനെ പരിപൂർണമായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഈ ഭൗതികമായ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൃഷ്ണഭക്തി അവിടെ സ്ഥാനം പിടിച്ച് വളരും. ഞാൻ എപ്പോഴും പറയാനുള്ള ഉദാഹരണമുണ്ട്. നമ്മൾ ഇടയ്ക്ക് നിൽക്കുകയാണ്, നമ്മളുടെ ഇടത് സൈഡിൽ 100 അടി, വലത് സൈഡിൽ 100 അടി വ്യത്യാസത്തിൽ മഹാമായ അല്ലെങ്കിൽ മായാദേവിയും, ലെഫ്റ്റിൽ 100 അടി വ്യത്യാസത്തിൽ യോഗമായ അല്ലെങ്കിൽ ഭക്തിദേവി നിൽക്കുകയാണ്. നമ്മൾ ഇടയ്ക്കാണ്, ഈക്വൽ ഡിസ്റ്റൻസ്, വലത്തോട്ട് 100 അടി, ഇടത്തോട്ട് 100 അടി. നമ്മൾ മായാദേവിയുടെ അടുത്തിട്ട് 10 അടി വെക്കുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ വാട്സാപ്പിൽ കൂടുതൽ, അല്ലെങ്കിൽ വഴിയിൽ നിന്ന് ആഹാരം കഴിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ഭൗതികമായ ആഗ്രഹങ്ങൾ 10 അടി മുമ്പോട്ട് പോകുമ്പോൾ ഭക്തിദേവി നമ്മളുമായിട്ടുള്ള വ്യത്യാസം 100ൽ നിന്ന് 110 അടിയാകുകയാണ്. ഇനി നമ്മൾ 20 അടി മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ, മായാദേവിയുടെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ഭക്തിയിൽ നമ്മൾ 120 അടി ദൂരെ പോകും. എത്രമാത്രം നമ്മൾ മായാദേവിയോട് അടുക്കുന്നോ അത്രമാത്രം നമ്മൾ ഭക്തിയോഗത്തിൽ നിന്നും അല്ലെങ്കിൽ ഭക്തിദേവിയിൽ നിന്നും അല്ലെങ്കിൽ യോഗമായിൽ നിന്നും ദൂരെ പോകും. അതേപോലെ നമ്മൾ നിരന്തരം നാമം ജപിക്കുന്നു, അഷ്ടനാമം ജപിക്കുന്നു, ദിവസവും ഭാഗവതം വായിക്കുന്നു, കേൾക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, വീട്ടിലുള്ള ഭഗവാന്റെ വിഗ്രഹത്തിലെ ഫോട്ടോ പൂജിക്കുന്നു, അങ്ങനെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കും. എന്താ? അതായത് 4 പ്രിൻസിപ്പിൾസ്, അത് അനുസരിച്ച് റെഗുലേറ്ററി പ്രിൻസിപ്പിൾ അനുസരിച്ച് ജീവിക്കുന്നു. വെളിയിൽ നിന്ന് ആഹാരം ഒന്നും കഴിക്കുന്നില്ല, ഭഗവാൻ ദേഹിച്ച ഭക്ഷണം മാത്രം കഴിക്കുന്നു. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഭക്തി ദേവിയോട് അടുത്തടുത്ത് പോകും. എത്രമാത്രം നമ്മൾ ഭക്തി ദേവിയോട് അടുത്ത് പോകുന്നോ മായാദേവി നമ്മളിൽ നിന്ന് ദൂരെ പോകും. ഇത് മനസ്സിലാക്കണം. മായാദേവി തന്നെ പോകും, നമുക്ക് പറഞ്ഞു വിടാൻ കഴിയില്ല. നമ്മൾ ഭക്തി ദേവിയോട് അടുക്കുമ്പോൾ മായാദേവിക്ക് തോന്നും ഇവൻ ഭക്തിയിലോട്ട് പോവുകയാണ്. കുറച്ച് നമുക്ക് പ്രലോഭനങ്ങൾ തരും, പക്ഷെ ആ പ്രലോഭനങ്ങൾ നമുക്ക് അതിജീവിച്ചുകൊണ്ട് എത്രമാത്രം നമ്മൾ ഭക്തിദേവിയോട് അടുക്കുന്നു അത്രമാത്രം നമ്മൾ മായയിൽ നിന്ന് ദൂരെ വരും. ഒരു ഡിസ്റ്റൻസ് കഴിഞ്ഞു കഴിഞ്ഞാൽ മായ നമ്മളെ വിടും. ഏത് സമയത്ത് മായ നമ്മളെ വിടുന്നു, ഏത് മൂമെന്റിൽ മായ നമ്മളെ വിടുന്നു, ആ സമയത്ത് ഭക്തിദേവി നമ്മളെ ആലിംഗനം ചെയ്യും. അതിനു വേണ്ടിയാണ് ഈ പറഞ്ഞത്, ഭക്തി നിരന്തരം ചെയ്യണം, യാതൊരുവിധ വ്യക്തി താല്പര്യമില്ലാതെ ചെയ്യണം,
എപ്രകാരം ഗംഗാ നദി ഒഴുകി കടലിൽ പതിക്കുന്നു. അതൊന്ന് ഗംഗാനദിയുടെ ഉദാഹരണം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഗംഗാ നദി ഇങ്ങനെ സ്കെയിൽ കൊണ്ട് വരച്ച പോലെ ഒരു വര പോലെ അല്ല പോകുന്നത്. അത് ഇടതും വലതും തിരിഞ്ഞു പോകുന്നു പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ വന്ന എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു. കാരണം അതിന്റെ ലക്ഷ്യം ഒന്നാണ്, എനിക്ക് കടലിൽ ചെന്ന് പതിക്കണം. ആ ലക്ഷ്യത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഗംഗാദേവി കടലിൽ പോയി പതിക്കുന്നത് പോലെ എന്റെയും ഭഗവാന്റെ പാതാരബിന്ദങ്ങളുടെ ഇടയ്ക്കുള്ള എല്ലാ തടസ്സങ്ങളെയും ഞാൻ തരണം ചെയ്യുന്നുള്ള ഉത്തമമായ നിശ്ചയം, ദൃഢനിശ്ചയം പാലിച്ചുകൊണ്ട് ഭക്തി ചെയ്യണം. തടസ്സങ്ങൾ വരും. കാര്യം നമ്മൾ ഭൗതിക ലോകത്താണ്, മായാദേവിയുടെ അടിയിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, ഭക്തി ചെയ്യുന്നത്. തീർച്ചയായിട്ടും തടസ്സങ്ങൾ വരും. പക്ഷെ ആ തടസ്സം നമുക്ക് നിശ്ചയദാർഢ്യം കൊണ്ട്, ദൃഢനിശ്ചയം കൊണ്ട്, തീവ്രമായ ആഗ്രഹങ്ങൾ കൊണ്ട്, ഭക്തി കൊണ്ട് തരണം ചെയ്യാൻ പറ്റും. ഒരു തടസ്സത്തിനെയും നമുക്ക് ഈസി ആയിട്ട് തരണം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ നമ്മുടെ അത്ലറ്റിക്സ് കോമ്പറ്റീഷൻ കാണാം, 400 മീറ്റർ 500 ഹർഡിൽസ്, ഇടയ്ക്കിടയ്ക്ക് തന്നെ കമ്പ് വെച്ചിട്ട് മേളിൽ കൂടെ ചാടിപ്പോകാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ പറ്റും. പറ്റത്തില്ല എന്ന് വിചാരിച്ചാൽ പറ്റത്തില്ല. വാസുദേവേ ഭഗവതി ഭക്തി യോഗ പ്രയോജിത. ഒരാൾ ഭഗവാൻ വാസുദേവനിൽ ഭക്തി, അത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ കാര്യം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ജനയത്യാശു വൈരാഗ്യം ജ്ഞാനം ച ഹേതായുധം. സ്വഭാവമായി ആ വ്യക്തിയിൽ വൈരാഗ്യം ജനിക്കും. മാത്രമല്ല അഹൈതുക ജ്ഞാനവും ലഭിക്കും. ഓട്ടോമാറ്റിക്കലി അതായത് ഭഗവാൻ പറഞ്ഞ എന്തുവാ? തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവം ദദാമി ബുദ്ധിയോഗം തമുപയാന്തിതേ. ഏതൊരു വ്യക്തി സതതാം, ഏത് സമയത്തും സതതാം എന്നെ മാത്രം ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നു, ആ വ്യക്തിക്ക് വേണ്ട ബുദ്ധി ഞാൻ കൊടുക്കുമെന്നാണ് പറഞ്ഞത്. തേഷാം സതതയുക്താനാം ഭജതാം പ്രീതിപൂർവക. ആ പ്രീതിപൂർവം വാക്കുണ്ട് അവിടെ. ആ പ്രീതിപൂർവം എന്ന് പറയുമ്പോൾ അതിനകത്ത് സെൽഫ് വ്യക്തിപരമായ കാരണങ്ങളില്ല, സ്വന്തം ഇൻട്രസ്റ്റ് ഇല്ല അതിനകത്ത്. പ്രീതി, ഭഗവാനോടുള്ള പ്രേമം കൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ? ദദാമി, ഞാൻ കൊടുക്കും. എന്താണ്? ബുദ്ധിയോഗം. അവന് വേണ്ട ബുദ്ധി. അപ്പൊ നമ്മുടെ ബുദ്ധി മനസ്സിൽ തെളിയോ, ഇന്ന് ഭാഗവതം വായിച്ചില്ലല്ലോ, എനിക്ക് അത് ബുദ്ധിയോഗം എന്ന് പറഞ്ഞാൽ എന്തുവാ? ജനറൽ നോളജ് അല്ല. എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട, ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ള ബുദ്ധി നമ്മുടെ ഉള്ളിൽ വരും. അതായത് ഇപ്പൊ നമ്മൾ വിചാരിക്കുകയാണ്, ഇന്ന് ഇത് എന്റെ അമ്പലത്തിൽ ഇന്ന് മാല 16 മാല ജപിച്ചല്ലോ, ഗുരുമഹാരാജിന് ദീക്ഷ എടുത്ത 16 എന്ന് ഞാൻ 20 ജപിക്കുന്ന, പക്ഷെ ഇന്ന് 4 മാല ജപിക്കാൻ പറ്റത്തില്ല, അവിടെ പോകണം. അപ്പം നമ്മളുടെ ബുദ്ധി നമ്മളോട് പറയും, നോ, 4 മാല ജപിച്ചിട്ട് പോയാൽ ഒരു ചുക്ക് സംഭവിക്കത്തില്ല, അരമണിക്കൂർ താമസിച്ച് പോയാൽ മതി. അപ്പൊ നമുക്ക് പ്രേരണ കിട്ടുള്ളൂ ഇന്ന്. അതാണ് ബുദ്ധിയോഗം. അപ്പൊ ഇവിടെ പറഞ്ഞതിന്റെ അർത്ഥം, ആദ്യത്തെ 2 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഇവിടെ പറഞ്ഞത്. ആദ്യത്തെ 2 ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? ഒന്നുകൂടെ ഞാൻ പറയാം. മുഴുവൻ മാനവരാശിക്കും ഹിതകരമായിട്ടുള്ള കാര്യം എന്താണ്? 2, എല്ലാ ആധ്യാത്മിക ഗ്രന്ഥങ്ങളുടെയും സാരം ഏതാണ്? അത് ഈ 2 ശ്ലോകങ്ങളിലൂടെ ശുഗോസ്വാമി പറഞ്ഞു. സവേ പുംസാം പരധർമ്മ ഏതോ ഭക്തർദക്ഷി അകൈത് അപ്രതിക ആത്മ സുപ്രസീതി. 2ാമത്തെ ശ്ലോകം ഏതായിരുന്നു? പിന്നെ ആ 2 ശ്ലോകങ്ങളിലും കൂടെ വാസുദേവേ ഭഗവതി പ്രയോജന ജനയിത്താശു വൈരാഗ്യം ജ്ഞാനം ചേതൈതുകം. ആ 2 ശ്ലോകങ്ങളുടെ അദ്ദേഹം 2 കാര്യങ്ങൾ, 2 ചോദ്യങ്ങളുടെയും മറുപടി പറഞ്ഞു. 3ാമത്തെ ചോദ്യത്തിന്റെയും 4ാമത്തെ ചോദ്യത്തിന്റെയും നമുക്ക് അടുത്ത 5ാമത്തെ പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കുന്നുണ്ട്? എനിക്ക് ഈ ഇന്നത്തെ ക്ലാസ് ശരിക്കും പ്രിപ്പയർ ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ഇന്നലെ എനിക്ക് ഓൺലൈൻ ഗീത ക്ലാസ് ഉണ്ടായിരുന്നു, ഇന്ന് ഈ ക്ലാസ് ഉണ്ട്, നാളെ രാവിലെ അമ്പലത്തില് ഭാഗവതം ക്ലാസ് ഉണ്ട്. അതിന്റെ പ്രിപ്പറേഷൻ ഇതുകൂടെ ഇന്ന് 2 കൂടെ ചെന്ന് പറഞ്ഞാൽ രാവിലെ ഞാൻ ഒരു 9:30 ആയപ്പോൾ എന്റെ 64 റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു. രാവിലെ 9:30. അപ്പൊ എപ്പോൾ തുടങ്ങി? 2:30 തുടങ്ങി. ഇന്ന് മംഗളാർത്തിയും ഭാഗവതം ക്ലാസ്സും ഞാൻ വെളിയിൽ നിൽക്കുമായിരുന്നു, ഞാൻ ജപിക്കുമായിരുന്നു. കാരണം എനിക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യണം. 9:30 ആയപ്പോൾ 64 റൗണ്ട് ഇത് 10 മണിക്ക് അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വന്ന് ഞാൻ ഇടയ്ക്ക് 1 മണിക്കൂർ ഒന്ന് റെസ്റ്റ് എടുത്തു. വൈകിട്ട് 7 മണിയായപ്പോൾ ഇവിടെ എണ്ണിച്ച് കുളിച്ച് റെഡിയായത് പെട്ടെന്ന്. എനിക്ക് പരിപൂർണമായിട്ട് ഇന്ന് നാളെ രാവിലെ അമ്പലത്തിലുണ്ട്, സൺഡേയിലും ഉണ്ട് ക്ലാസ്. സൺഡേയില് എൻ്റെ ഗുരുമഹാരാജിന്റെ ഡിസൈപ്പിൾസ് ഒരു ഗ്രൂപ്പ് ഉണ്ട്, അവിടെ ഞാൻ നമ്മുടെ ഈ ഗുരു അഷ്ടം എടുക്കുന്നുണ്ട്. അപ്പം വളരെയധികം തിരക്കിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ വന്നില്ല. ക്ഷമിക്കണം എന്നോട് എല്ലാവരും. ശരിയായ രീതിയിൽ എടുക്കാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ക്ഷമിക്കണം. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രണാം പ്രഭു.
മായാദേവിയിൽ നിന്ന് അകന്ന് ഭക്തിദേവിയിലേക്ക് പോകുന്തോറും മായാദേവിയിൽ നിന്ന് അകലെന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ തിരിച്ച് ഇതിൽ നിന്ന് മാറി തിരിച്ചിങ്ങോട്ടും വരുന്നുണ്ടല്ലോ. അതിനുള്ള അതെന്താ കാരണം? പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഷ്ണവരാധം. വൈഷ്ണവരാധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ നമ്മൾ ദ്രോഹിക്കുന്നത്, നമ്മൾ മാനസികവും ശാരീരികമായ ദ്രോഹത്തിനെ മാത്രമാണ് നമ്മൾ വൈഷ്ണവരായിട്ട് കാണുന്നത്. പക്ഷെ ഒരാളുടെ കുറ്റം കേൾക്കുന്നത് പോലും വൈഷ്ണവരാധമാണ്. അതിപ്പോ ഞാൻ മാതാജിയോട് പറയുകയാണ്, ഈ മാതാജി അങ്ങനെയാ, ഇന്ദുമതി മാതാജി, ഞാൻ പേര് പറയാം, സോറി, ഇന്ദുമതി മാതാജി എന്ത് ചോദിച്ചാലും ഭയങ്കര ദേഷ്യത്തിലാണ് വർത്താനം പറയുന്നത്. പുള്ളിക്കാരിക്ക് ഇപ്പൊ ഭയങ്കര ഇച്ചിരി ഗവൺമെന്റ് കൂടിയെന്ന് തോന്നുന്നു, ഈ സേവ ചെയ്യുന്ന ആ സേവ ചെയ്യുന്നു. ഇത് കേൾക്കുന്നത് നിങ്ങൾക്കൊന്നും, നിങ്ങൾ അപരാധമൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് പറയുന്ന അവരല്ലേ, പക്ഷെ കേൾക്കുന്നു അപരാധമാണ്. അവിടുന്ന് പോവുക, അല്ലെങ്കിൽ അവരോട് പറയാം എനിക്ക് താല്പര്യം ദയവേത്, അല്ലെങ്കിൽ ഉള്ളില് ഹരേ കൃഷ്ണ മാമെന്ന് വെച്ചാൽ ഇതിലൂടെ കെട്ടിലോട്ട് വിടുക. അപ്പൊ ഒരു കാരണം അങ്ങനെയാണ്, വൈഷ്ണവരാധമാണ്. നമ്മുടെ മനസ്സിൽ പിന്നെ ഭക്തർക്കെതിരായിട്ട് ചിന്തിക്കുന്ന പോലും വൈഷ്ണവരാധം. രണ്ട്, ഈ പറഞ്ഞത് കാരണം, അതായത് എന്തെന്ന് പറയുന്നത്, ഇന്ററപ്ഷൻ. അതായത് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നില്ല, നിരന്തരം കേൾക്കണം, നിരന്തരം വായിക്കണം, നിരന്തരം ജപിക്കണം. രണ്ടാമത്തേത്, ഇത് നമ്മൾ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ മായയിലിട്ട് പോകും. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടത് ഭക്തരല്ലാത്തവരുടെ സംഘം. ഭക്തരല്ലാത്തവരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ശാസ്ത്രങ്ങളിലും എല്ലാ ലെക്ചറും നമ്മൾ പറയുന്നതാണ്. ഭക്തരുടെ അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പരമപൂജ്യ രാധാകൃഷ്ണ മഹാരാജിന്റെ ഒരു ലെക്ചറിൽ അദ്ദേഹം പറയുന്നത് വിഷമാണ്, വിഷം ഉള്ളിൽ ചെന്നാൽ മരിക്കും. അപ്പൊ അഭക്തരെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന എന്തിനെ കുറിച്ചായിരിക്കും? ഭഗവാനെ കുറിച്ച് എന്തായാലും സംസാരിക്കത്തില്ല, ഭൗതികമായ കാര്യങ്ങളെ കുറിച്ചായിരിക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് അങ്ങോട്ട് പോകും. ഇപ്പൊ വിഷം ഉള്ളിൽ ചെന്നാൽ ആൾ മരിച്ചു പോകും. അതേപോലെ ഈ വിഷം നമ്മുടെ ഉള്ളിലുള്ള ഭക്തി ലതയെ കരിച്ചു കളയും. അത് കഴിയുന്നത്ര അഭക്തരുടെ സംഘത്തിൽ നിന്ന് വെളിയിൽ നിൽക്കണം. ഒരു വ്യക്തി വിഷം കഴിച്ചു, അതേ സമയത്ത് ആ വ്യക്തിയുടെ ഉള്ളിലെ ജീപ്പിൽ ഒരു തുള്ളി അമൃത്, ദേവലോകത്തെ അമൃതിന്റെ ഒരു തുള്ളി വെച്ച് കഴിഞ്ഞാൽ വ്യക്തി മരിക്കുമോ? മരിക്കില്ല. അതേപോലെ നമ്മൾ ഭക്തരുടെ സംഘത്തിൽ പോകേണ്ടി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അന്ന് വന്ന് 2 മാല കൂടുതൽ ജപിച്ചിട്ട് ഭഗവാനോട് സോറി പറയണം. ആ ഹരിനാമം എന്ന് പറയുന്നത് അമൃതമാണ്. ആ ഹരിനാമം നമ്മളെ രക്ഷിക്കും. പക്ഷെ നമ്മൾ അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഗോസിപ്പുകൾ കേൾക്കുമ്പോൾ, ബാക്കിയുള്ള കുറ്റം കേൾക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ നമ്മളുടെ ഭക്തിയിൽ നമ്മൾ വീണ്ടും മായാദേവിയുടെ അടുത്തോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഓക്കെ മാതാജി, താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രണാം. വേറെ ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഹരേ കൃഷ്ണ. നിരത്തുമ്പോ ഇല്ലെങ്കിൽ നമുക്കിവിടെ നിർത്തിക്കളയാം. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരിബോൾ. നമുക്ക് നിർത്താം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവൃന്ദ കീ ജയ്. ശ്രീല പ്രഭുപാദ കീ ജയ്. ഗൗര പ്രേമാനന്ദേ. ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു. ഹരേ കൃഷ്ണ.